ആ രാത്രി തന്നെ ശ്രീസാറിൻ്റെ അടുത്തേക്ക് രാജേട്ടനും സജീവനും കൂടി വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഞാൻ ജോസഫും കൂടിയിട്ട് ഇങ്ങനെ വിക്രമുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് വിക്രമാണ് പുളിക്കിനെ കുറിച്ചൊരു സംശയം പറഞ്ഞത്. വിക്രം ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ, അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ചതി എന്ന് ചോദിക്കുകയാണെ. പുളിക്കനാണ് സാറേ ചതിച്ചത് എന്ന് പറയാനിട്ട്. പുളിക്കനോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, പുളിക്കൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. പുളിക്കൻ മനഃപൂർവ്വം വിളിച്ച് പറഞ്ഞതാണ് വിക്രമിൻ്റെ പേര് എന്ന് പറയാനിട്ടോ. അതെന്തിന് എന്ന് ചോദിക്കുകയാണെ, അത് പുളിക്കിനെ കൊണ്ട് ആരോ പറയിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ജോസഫും കൂടിയിട്ട് വിക്രമും കൂടിയിട്ട് പുളിക്കനെ പിടിച്ചു. പക്ഷേ പുളിക്കൻ അത് സത്യമൊന്നും തുറന്ന് പറഞ്ഞില്ല. എന്തായാലും പുളിക്കൻ ചെയ്തത് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അത് അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യമൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു എന്ന് പറയാനിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മുഴുവൻ ആളുകളെ വിളിച്ചോ, ഇന്ന് രാത്രി തന്നെ പുളിക്കനെ പിടികൂടണം, ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കണം, അതിനുശേഷം അവൻ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ ശ്രീൻ സാർ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആരാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഡീലിങ്സ് ആണെന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ ചോദിക്കുക. ആണാണ്, വേണമെങ്കിൽ രാത്രി നേരം എടുത്തിട്ട് നിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചോളാം പറയുകയാണ്. എന്നിട്ട് ബിസിനസ് നടന്നോ? ഈ പാതിരാത്രിയാണ് ബിസിനസ്, ഈ പാതിരാത്രിയിൽ തന്നെ നടക്കേണ്ട ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ് ഈ വർഷം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടി കിടന്നുറങ്ങാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് വലിയ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദനയാണ്. വേദ പതുക്കനെ അകത്തേക്ക് വന്നിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് കേട്ടോ. ഫോൺ ജോസഫിൻ്റെ ഫോണിലേക്കല്ല, വിക്രമിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ വിക്രമിൻ്റെ ഫോണാണ് ജോസഫിൻ്റെ കയ്യിൽ നിന്നുള്ളത് വേദയ്ക്ക് അറിയാലോ. അങ്ങനെ ജോസഫിനോട് പറയാണ് എന്തായി എന്ന് ചോദിക്കാനായിട്ടോ. വേദയ്ക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ ഫോൺ വിക്രമിൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന്? അതൊക്കെ എനിക്കറിയാം. പുളിക്കാൻ എൻ്റെ ഏട്ടൻ ശ്രീയേട്ടനെ വിളിക്കുന്നത് ഞാൻ കേട്ടു, സംസാരിക്കുന്നതും കേട്ടു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിക്രമിൻ്റെ അടുത്തേക്ക് എത്തണം, വിക്രമിനെ അവിടെ നിന്ന് ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് പറയുകയാണെ, വിക്രം ഇരിക്കുന്ന സ്ഥലം വാസവന് മനസ്സിലായിട്ടുണ്ട്. വാസവൻ വിക്രമിനെ ഇല്ലാതാക്കാനായിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ജോസഫിന് കാര്യം മനസ്സിലാവാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജോസഫ് ചോദിക്കുകയാണ് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, വിളിക്കേണ്ട, എന്തായാലും വിക്രമിൻ്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും. ജോസഫിൻ്റെ ഫോണാണല്ലോ വിക്രമിൻ്റെ കയ്യിൽ, അപ്പോൾ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ രാജേട്ടൻ വിക്രമിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ കിട്ടുന്നില്ല. പിന്നെ വേദ കാർ എടുത്തിട്ട് നേരെ തന്നെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇതേ സമയം വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അതെടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കാണ് പുറത്ത് വണ്ടിയിൽ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ വിക്രം നോക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ജീപ്പ് പുറത്തിട്ടിട്ട് വാസവൻ വിക്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. വാസവനെ കണ്ട വഴിക്ക് തന്നെ വിക്രം ഇറങ്ങി ഓടി വണ്ടി എടുത്ത് പോവുകയാണ്. ഇതൊക്കെ വാസവൻ കാണുന്നുണ്ട്. അങ്ങനെ വാസവനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓടിപ്പോവാണ് വിക്രമിൻ്റെ പിന്നിൽ കൂടെ. ഇതേ സമയം രാജേട്ടനും ജോസഫും കൂടി വിക്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴും വിക്രമിനെ അവിടെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയാവോ എന്ന് ചോദിക്കുമ്പോൾ രാജേട്ടൻ ഇവിടെ ഇരിക്കി ജോസഫ് പറയുകയാണ്, ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് നോക്കട്ടെ, പിന്നെ വിക്രമി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജേട്ടൻ വിക്രമിനെ കൂട്ടി ശ്രീൻ സാറിൻ്റെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ജോസഫ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിലും കാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിക്രമിൻ്റെ വണ്ടി മറ്റേ വാസവന് ഇടിച്ചിട്ട് അങ്ങനെ വേഗം തന്നെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി ഓടും കേട്ടോ. അങ്ങനെ ജോസഫ് വരുമ്പോൾ വണ്ടികൾ കാണണം കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ വണ്ടി വീണ് എടുക്കുമ്പോൾ ദൈവമേ ഇത് വിക്രമിൻ്റെ വണ്ടിയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കണ്ടിട്ട് വേഗം തന്നെ ജോസഫ് ഓടുകയാണ് കേട്ടോ പിന്നീട് കൂടെ അവരുടെ. അപ്പോൾ അങ്ങനെ വാസവനാണെന്നുണ്ടെങ്കിൽ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണ കൊണ്ടില്ല, പക്ഷേ 4ാമത്തെ തവണ കണ്ട് വെടി കൊള്ളാണ്. വിക്രമിൻ്റെ കാലിലേക്കാണ് വെടി കൊള്ളുന്നത്. അപ്പോൾ ജോസഫ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വണ്ടി അവിടെ വെച്ചിട്ട് വേഗം തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. പക്ഷേ വാസവൻ അവിടെ നിൽക്കണമായിരുന്നു, വിക്രമിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. വിക്രമാണെന്നുണ്ടെങ്കിൽ താഴെ വീണ് പോവുകയാണ്. അപ്പോൾ ജോസഫ് ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുകയാണ്. നമ്മുടെ വാസവനാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു തവണ വെടി കൊണ്ടുവന്ന് അയാൾക്ക് മനസ്സിലായെങ്കിൽ കൂടിയിട്ട് വിക്രമിനെ കൊല്ലാനായിട്ട് വീണ്ടും നോക്കുന്നുണ്ട്. പക്ഷെ കാണാതായപ്പോൾ അയാൾ തിരിച്ചു പോകാണ്. ജോസഫ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിക്രമിനെ കണ്ടെത്താണ് കേട്ടോ. അപ്പോൾ വേദ വിളിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായി ഈ ജോസഫെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ വിക്രമിന് വെടിയേറ്റു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ആകെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പറയും കുഴപ്പമില്ല, കാലിലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഉള്ള ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ്യും, ഞാനിപ്പോൾ തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ ജോസഫ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ വേദ കാറിൽ നിന്ന് ഇറങ്ങി ഓടാണ് കേട്ടോ വിക്രമിൻ്റെ അടുത്തേക്ക്. ഈ സമയത്ത് ജോസഫ് വിക്രമിനെ പൊക്കി താങ്ങി കൊണ്ടുവരുന്നുണ്ട്.
കാല് വെടിയേറ്റത് കൊണ്ട് തന്നെ വിക്രമിന് നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എഴുന്നേറ്റ് നിൽക്കാനും പോലും പറ്റുന്നില്ല. അങ്ങനെ ജോസഫ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വിക്രമിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. അപ്പോഴേക്കും വേദ ഓടി കരച്ച് അങ്ങോട്ട് എത്താണ് കേട്ടോ. വിക്രം എന്ന് വിളിച്ചിട്ട് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് വിക്രമിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വിക്രമിനെ പൊക്കി താങ്ങി കൊണ്ടുപോകണം. വാ നമുക്ക് കാറിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം, കാറിൽ ചെന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയാണ്ട് ജോസഫ് ഒരു കാര്യം ചെയ്യും, ജോസഫ് പോക്കോ, പക്ഷേ ഞാൻ എവിടെയാണ്, എൻ്റെ കൂടെയാണ് വിക്രം എന്നുള്ള കാര്യം ഒരാൾ പോലും അറിയരുത്. രാജേട്ടനോടോ അനിയകൂടനോടോ ശ്രീനി സാറിനോടോ പോലും പറയരുത്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി, വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. മാത്രമല്ല ഒരു തവണ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കരുത്, ഞാൻ തിരിച്ച് വിളിച്ചോളാം. ജോസഫ് വിക്രമിൻ്റെ ഫോൺ തായോ, ജോസഫിൻ്റെ ഫോൺ ഞാൻ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ ഫോൺ വാങ്ങിച്ചതിന് ശേഷം വിക്രമിൻ്റെ പോക്കറ്റിൽ നിന്ന് ജോസഫിൻ്റെ ഫോൺ എടുത്തിട്ട് വേദ ജോസഫിന് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും താങ്ങി പിടിച്ച് കാറിലേക്ക് കൊണ്ട് കയറ്റുകയാണ് കേട്ടോ വിക്രമിനെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്ടംമാത്രം സീരിയലിൽ ഇഷിതനെയാണ് ഡോക്ടറായിട്ട് കാണിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് മഹേഷിൻ്റെ ഒരു ക്വാർട്ടേഴ്സിലാണ് ഇഷിത നിൽക്കുന്നത്. അപ്പോൾ വേദയുടെ നമ്പർ കാണുമ്പോൾ ഹലോ വേദ നീയോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്നേഹത്തിലിങ്ങനെ സംസാരിക്കുകയാണ്. ഞാനൊരു തവണ വിളിച്ചിരുന്നു, നിന്നെ കിട്ടിയിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് രഹസ്യമായി കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നമ്പർ വേണമെന്ന് പറയുമ്പോൾ ഏതാ ഗൈനിക്കാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഗൈനിക്കല്ല എന്ന് പറയുകയാണെ. എന്നിട്ട് എനിക്ക് ഒരു ബുള്ളറ്റ് റിമൂവ് ചെയ്യാന്നിട്ട് പറയാൻ കേട്ടോ. ബുള്ളറ്റോ എന്ന് ചോദിക്കേണ്ട അത്. അപ്പോൾ ഇഷിത ആകെ പേടിക്കാൻ. ഇഷിത നോക്കി എന്താ കാര്യം, നിനക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം വിക്രമിനാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ തിരുവനന്തപുരത്ത് മഹേഷിൻ്റെ ഒരു ക്വാർട്ടേഴ്സിലുണ്ട്, അങ്ങോട്ട് വായോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയും ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇഷിത സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന എടുത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേദ ഇങ്ങനെ ബാക്കിലിരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷിതരെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയാണ് കേട്ടോ നമ്മുടെ വേദയും വിക്രമും കൂടിയിട്ട്. അപ്പോൾ മഹേഷ് ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. അങ്ങനെ വേദര കഴുത്തിൽ കൂടെ ചുറ്റിപ്പിടിച്ച് അതിനുശേഷം ഇഷിതയും കൂടി പിടിച്ചതിന് ശേഷമാണ് വിക്രമിനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ബെഡിൽ കെടുത്തിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ബെഡിൽ കെടുക്കുകയാണ്. അങ്ങനെ കാലൊക്കെ എടുത്ത് പൊക്കി താങ്ങി വെച്ച് കൊടുക്കുകയാണ്. വലിയ സപ്പോർട്ടായിട്ട് ഇഷിതയും അതുപോലെ തന്നെ ചേർത്ത് പിടിച്ച് വേദയുണ്ട് കേട്ടോ. അങ്ങനെ കാലൊക്കെ പൊക്കി ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ചെറിയ. അങ്ങനെ വിക്രം അവിടെ കിടക്കാണ്ട് വിക്രമിന് തലണൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വേദ. പിന്നെ ഇഷിത ഓടിപ്പോയിട്ട് പിന്നെ സർജറി പോലെ ചെയ്യാനായിട്ട് മറ്റേ ബുള്ളറ്റ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റിസൾട്ട്സ് എടുത്തിട്ട് വിക്രമിൻ്റെ പാൻറ്റ് മുട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് മുറിച്ച് മാറ്റുകയാണ്. ഇതിനൊക്കെ വേദന നല്ല സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ തലണ മുഖത്ത് അമർത്തി വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ബുള്ളറ്റ് എടുത്ത് മാറ്റാണ് കേട്ടോ. വിക്രം അലറി വിളിച്ച് കറിയാണ്. ഇത് കണ്ടിട്ട് വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാറില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. വേദയാണെന്നുണ്ടെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ വേദനയും സങ്കടമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.